ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യക്ക് വിളമ്പുന്ന കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കണം. അരക്കപ്പ് കടല തലേന്ന് രാത്രി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ കടല വേവിച്ചെടുക്കണം. ഇനി ഞാനിവിടെ 2 മീഡിയം വലിപ്പത്തിലുള്ള പച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ 1 കപ്പ് ചേനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താണ് വേണ്ടത്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ ഈ സമയത്തിലേക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കുക. ഇനി ഈ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ തീയിൽ അരപ്പൊന്ന് വെന്ത് വരുന്നത് വരെയും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഡീപ്പ് ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്, എന്നാലും നല്ലതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. തേങ്ങയും കൂടി വറുത്ത് ചേർത്ത് കഴിയുമ്പോൾ കൂട്ടുകറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.